പക്ഷേ ഷിരൂരിൽ അർജുനെ കാണാതായി, അതൊരു വലിയ സംഭവമാണ്. 10 ദിവസമായി നമ്മളെല്ലാം അതിൻ്റെ പിന്നാലെയാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന മറ്റൊരു കാര്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നുണ്ട്. അതായത് കർണാടക സർക്കാരും കേരള സർക്കാരും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഇതിനിടയിൽ. എന്താണ് ഇതിൻ്റെ വാസ്തവം? സത്യത്തിൽ നമുക്ക് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പ്രവണതയാണത്. ഇപ്പോഴും അർജുൻ എന്ത് സംഭവിച്ചു എന്ന ആശങ്കയാണ് നമ്മളെ നയിക്കുന്നത്. മനുഷ്യരായ മനുഷ്യരൊക്കെയും ആ പയ്യൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഉത്കണ്ഠ. എല്ലാ ദിവസവും നമ്മൾ ഉണരുമ്പോൾ അർജുൻ എന്തായി, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് വാർത്ത കാണുമ്പോൾ അർജുനെ കുറിച്ച് എന്തെങ്കിലും എല്ലാവരുടെയും ആശങ്ക അതാണ്. ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ്, ഈ മാത്രമല്ല ഇന്ത്യയിലെ 2 സഹോദര സംസ്ഥാനങ്ങൾ, അടുത്തടുത്ത 2 സംസ്ഥാനങ്ങൾ, എല്ലാ കാര്യങ്ങളും പ്രാണൻ പരസ്പരം ബന്ധപ്പെടുന്നത്. ഇപ്പം ഞങ്ങൾ മലബാറുകാർ ഒന്ന് ടൂറ് പോകണം തോന്നിയാൽ പോവുക ഒന്നുകിൽ മംഗലാപുരത്തേക്ക് അല്ലെങ്കിൽ മൈസൂർക്കാണ്. ചെറുപ്പം തൊട്ടേ നമ്മൾ ടൂറ് എന്ന് പറഞ്ഞാൽ മൈസൂർ എന്നാണ് പറയുക. അങ്ങനെ കർണാടകയുമായിട്ട് ബന്ധമുള്ള, ഇത്തിരി വയനാട് കടന്നാൽ എത്തിപ്പെടുന്ന, വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് ഉള്ള ഒരു, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് കയറിയ കൊടകിലെത്തി, കാസർഗോഡ് നിന്ന് അങ്ങോട്ട് കടന്നാൽ മംഗലാപുരത്തെത്തി, കോഴിക്കോട് നിന്ന് കയറിയ മൈസൂരെത്തി. ഇങ്ങനെ വളരെ അടുപ്പമുള്ള 2 സംസ്ഥാനങ്ങൾ, എന്തിനും പരസ്പരം ബന്ധപ്പെടുന്ന സംസ്ഥാനങ്ങൾ. അവിടുത്തെ പച്ചക്കറികൾ, അവിടുത്തെ പഴങ്ങൾ, എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പരസ്പരം ജീവൽ സഹായികളായ 2 സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനങ്ങൾക്കിടയിൽ വിരോധവും വെറുപ്പും അകൽച്ചയും ഉണ്ടാക്കുന്ന പ്രവണതകൾ. അതിലിപ്പോൾ ആകെ ഉണ്ടായൊരു നിമിത്തം എന്ന് വെച്ചാൽ ഈ ശരിക്കും പറഞ്ഞാൽ യാദൃച്ഛികമെന്നല്ലേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ അവിടെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുന്നു. പ്രകൃതിക്ക് എന്ത് കർണാടകയാണ്, എന്ത് കേരളമാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ പറയാവുന്ന ഒരേ ഒരു കാര്യം, ഈ ദുരന്തത്തിൽപ്പെട്ട അർജുൻ കോഴിക്കോട്ടുകാരനാണ്, കോഴിക്കോട് കണ്ണാടിക്കൽ അല്ലേ, സ്വദേശിയാണ്. ആർക്കും പറ്റിക്കൂടെ? ഇത് മൈസൂർക്കാരന് പറ്റാം, കൊടകുകാരന് പറ്റാം, ആർക്കാ പറ്റിക്കൂടാത്തത്? അതുകൊണ്ടൊരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അതിൽ പെട്ടുപോയത് നമ്മുടെ ഈ മലയാളിയായ പയ്യനാണ് എന്നതുകൊണ്ട് നമ്മളതിനെ പ്രാദേശികമായിട്ട് കാണേണ്ട കാര്യം എന്താ? ബാക്കി ആ ദുരന്തത്തിൽപ്പെട്ടതൊക്കെ കർണാടകക്കാരല്ലേ, അവിടുത്തുകാരല്ലേ, അവരും മനുഷ്യരല്ലേ, അവരും ഇന്ത്യക്കാരല്ലേ. അങ്ങനെയാണെങ്കിൽ ദേശം എന്ന് പറയുന്ന ഒരു വികാരമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ അല്ലേ കാണേണ്ടതുള്ളൂ. അതിന് പകരം ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണിത്. ഒരു ദുരന്തം നടക്കുമ്പോൾ അതിനകത്ത് എങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാൻ പറ്റും എന്നൊരു ചിന്ത. ഇപ്പോൾ വലിയ അപകടങ്ങളിലേക്ക്, അപ്പോൾ 8ാമത്തെ ദിവസമാണ് ഇന്ന്. ഏറ്റവും ചുരുങ്ങിയത് ഇമ്മാതിരി തർക്കങ്ങളിലേക്ക് പോകാൻ ഈ പയ്യനെ എന്ത് പറ്റിയെന്നെങ്കിലും തീരുമാനമായിട്ട് പോരെ. അതിന് പകരം ഇപ്പോൾ അവിടെ നടക്കുന്നത്, ഇന്നലെ കർണാടക ചീഫ് സെക്രട്ടറിയുടെ മീറ്റിംഗ് വിളിച്ചു അടിയന്തരമായിട്ട്. ആ മീറ്റിങ്ങിനകത്ത് പ്രധാന ചർച്ച എന്താണെന്നറിയോ? കേരളം കർണാടകക്കെതിരായി പ്രചരണം നടത്തുന്നു. കേരളത്തിലെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങൾ വലിയ ക്യാമ്പയിൻ നടത്തുന്നു. കർണാടകയുടെ വീഴ്ച. അത് ഒരു ഭാഗത്ത്. അപ്പോൾ 2 കൂട്ടർക്കും വിശദീകരിക്കേണ്ടി വന്നു. അപ്പോൾ കാസർകോട്ടെ MP ആണല്ലോ KM അഷ്റഫ്, MLA. KM അഷ്റഫിന് വിശദീകരിക്കേണ്ടി വന്നു. ഇല്ല, അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങളങ്ങനെ ചെയ്യുകയുമില്ല. കാരണം ഇവിടുത്തെ ഈ ഒരു ജനവികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ആകാംക്ഷയും ഉത്കണ്ഠയൊക്കെ മാധ്യമങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ കർണാടക വിരോധം ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അതേ സമയത്ത് അപ്പുറത്ത് സിദ്ധരാമയ്യക്ക് വിശദീകരിക്കേണ്ടി വന്നു, DK ശിവകുമാറിന് വിശദീകരിക്കേണ്ടി വന്നു. അവർ വിശദീകരിക്കുന്നത് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല, ഞങ്ങൾ വളരെ കൃത്യമാണ്. അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പലരും. മുഖ്യമന്ത്രി നേരിട്ട് വന്ന്, ഒരു അപകടം ഉണ്ടായ സ്ഥലത്ത് മുഖ്യമന്ത്രി നേരിട്ട് വന്നു പോയിട്ടുണ്ട്. ഉത്തരവാദപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി വന്നിട്ടുണ്ട്. ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൽ ഉപദേശവും നിർദ്ദേശവും കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്ന ഒരാൾക്കും അത് പരിഹരിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ഇത് വലിയൊരു, എന്താണ് സംഭവിച്ചത് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. ഇന്ത്യയിലെ നേവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പട്ടാളം, ഇന്ത്യയുടെ ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ദുരന്ത നിവാരണ സേന, ഇവരൊക്കെ ചെന്നിട്ടും 8-9 ദിവസമായിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നുള്ള ഒരു ശങ്ക, വല്ലാത്തൊരു ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതിന് മാഷെ അതിനകത്ത് NDRF വരുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള കർണാടകയിലെ സേന വരുന്നു. അപ്പോഴൊക്കെ മലയാളികളുടെ വലിയൊരു കൂട്ടമുണ്ട്. നമ്മളൊരു അപകട സ്ഥലത്തേക്ക് നമ്മൾ കയ്യും മെയ്യും മറന്ന് നിൽക്കുന്നവരാണ്. പക്ഷേ അവർ പറയുന്നു ഈ മണ്ണിടിഞ്ഞ് റോഡിൽ വീണപ്പോൾ ആ മണ്ണിൻ്റെ അടിയിലാണ് ലോറി. അപ്പോഴും കർണാടകക്കാർ NDRF ഒക്കെ പറയുന്നുണ്ട് വെള്ളത്തിലാവാം, ഒഴുകി പോയതാവാം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡ് എടുക്കണം, അല്ല ഇവിടെ തന്നെയാണ്. അപ്പോൾ ദുരന്ത നിവാരണ സേനയും ഈ സൈന്യവും ഒക്കെ ചില കാര്യങ്ങൾ പറയുന്നത് ടെക്നിക്കലി അവർക്ക്
അവർക്ക് കിട്ടുന്ന പരിശീലനം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞതിനെ നമ്മൾ ഉൾക്കൊണ്ടില്ല എന്ന് പറയുന്നൊരു കുറ്റം ഇപ്പോൾ കർണാടക നമ്മുടെ മേൽ പഴിചാരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് നീങ്ങി. സത്യത്തിൽ അവരുടെ ഒരു കൃത്യനിർവഹണത്തെ വഴിതെറ്റിച്ചു എന്നാണ് ആരോപണം. അത് ഗൗരവമായിട്ട് കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ എക്സ്പേർട്സ് ആണ് ഇവർ, ഈ വരുന്നവർ, പ്രത്യേകിച്ച് നമ്മളെ പട്ടാളം, നമ്മളെ സേന, അവർക്ക് അപാരമായ പരിശീലനം കിട്ടി. ഏത് ദുരന്തത്തെ അതിജീവിക്കാനും നേരിടാനുള്ള പരിശീലനം ഉണ്ടാവുമല്ലോ. അതിന് പകരം നമ്മളെ വൈകാരികമായിട്ട് നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഇവിടെ ആയിരിക്കും, ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ വഴിതെറ്റിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് സ്വതന്ത്രമായി വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ആളുകൾ അവിടെ കൂടിയിട്ട് ഇവരെ മിസ്ഗൈഡ് ചെയ്യാതെ, ഇവരെ തെറ്റിദ്ധരിപ്പിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ കുറെ കൂടി എളുപ്പമാകുമായിരുന്നു എന്നൊക്കെ നമുക്ക് ഇപ്പോൾ പറയാം. എന്തായാലും ഈ ദുരന്ത ഭൂമിയിൽ നിന്നിട്ട് നമ്മൾ ഈഫ്സ് ആൻഡ് ബഡ്സ് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായാലും 8-9 ദിവസമായിട്ട് എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതും ശരിയുണ്ടാവാം. ഇപ്പോൾ കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ രക്ഷാപ്രവർത്തനത്തെ വഴിതെറ്റിച്ചതിലും തടസ്സപ്പെടുത്തിയതിലും, പുഴയിലല്ല ഒഴുക്കിലല്ല, ഇതാ കരയിൽ തന്നെയാണ്, ഈ മണ്ണിന്റെ ചോട്ടിൽ ആ വണ്ടിയുണ്ട്, അതിനുള്ളിൽ അർജുൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ മാന്തിക്കൊണ്ടേയിരുന്നു, മാന്തി എല്ലാം മാന്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഇല്ല. ഇപ്പോൾ കിട്ടുന്ന റഡാർ ഏറ്റവും ഒടുവിലത്തെ സൂചന അനുസരിച്ച് ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. പുഴയിലുണ്ട് വണ്ടി എന്നാണ് പറയുന്നത്, പുഴയിലുണ്ട് വണ്ടി എന്നാണ്. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിനിടയിൽ കോടതിയിൽ ഒരു കേസും വന്നിട്ടുണ്ട്. രണ്ട് കോടതിയിൽ കേസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനൊക്കെ ഒരു ന്യായമായ സമയവും ഔചിത്യവും ഉണ്ട്. അതായത് രണ്ട് മലയാളി വക്കീലന്മാർ പോയിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ കൃത്യവിലോപമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കോടതിയിൽ ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ കൃത്യവിലോപം കാണിച്ചുവോ? കർണാടക ഗവൺമെൻറ്റിനോടാണ് ചോദിക്കുക. ഇപ്പോൾ കേരളത്തിലെ മനുഷ്യൻ്റെ ഉപജീവന ആവശ്യത്തിന് വേണ്ടി വണ്ടിയുമായി ഒരു മലയാളി കർണാടകയിൽ പോയപ്പോൾ യാദൃച്ഛികമായി അപകടം സംഭവിച്ചത് കർണാടകയിലാണ്. ഇനിയിപ്പോൾ ഇത്തിരി അതിർത്തിക്ക് ഇപ്പുറത്താണ് സംഭവിച്ചത് എങ്കിലും ആരോട് പറയും? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, സഹായിക്കണമെന്ന് കർണാടക ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു ഹെയ്റ്റ് ക്യാമ്പയിനായി. കർണാടക വേഴ്സസ് അങ്ങനെ ഉണ്ടല്ലോ, കർണാടക ഇൻറ്റു കേരള, അങ്ങനെ ഒരു സാധനമല്ലല്ലോ. നമ്മുടെ എത്ര ആളുകളാണ് അവിടെ ജോലി ചെയ്യുന്നത് അല്ലേ, കർണാടക ബംഗളൂരിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹാർദ്ദമായ പറഞ്ഞാൽ ഇപ്പോ ഈ കന്നഡ പ്ലസ് കേരള ഒരുമിച്ചല്ലേ നിൽക്കേണ്ടത്, ഇൻഡു അല്ലല്ലോ, എതിരാളി അല്ലല്ലോ, ശത്രു അല്ലല്ലോ, അങ്ങനെയല്ലേ നിൽക്കേണ്ടത്. ഒരു സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തിയിട്ട്. അപ്പൊ ഇവിടുത്തെ ഒരു വികാരം എനിക്ക് തോന്നുന്നു ചെറിയൊരു രാഷ്ട്രീയ വികാരം അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ BJP അവിടെ ഭരിച്ച കാലത്ത് ഇല്ലാത്ത തരത്തിലുള്ള ഒരു വിരോധം. അന്നും BJP കർണാടക ഭരിക്കുന്ന കാലത്ത് നിസ്സാര സംഭവങ്ങളുടെ പേരിൽ ഇത്തരം ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കൂടി സൗകര്യമുണ്ട്. ഇപ്പുറത്ത് കേരളത്തിൻ്റെ നേർക്കുനേരെയുള്ള ശത്രു UDF-ഉം കോൺഗ്രസും ആണല്ലോ. അപ്പോൾ അവിടെ കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും. പക്ഷേ അത് തെറ്റാണ്. ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നു, നിങ്ങൾ എന്ത് കൃത്യവിലോപം കാണിച്ചു, എന്തൊക്കെയാണ് ചെയ്തത്? അപ്പോൾ ചെയ്ത കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വളരെ കൃത്യമായി കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കോടതി എന്ത് വിധി പറയുന്ന അറിയില്ല. സത്യത്തിൽ ഇപ്പോൾ ആ മലയാളി അഡ്വക്കേറ്റ്സ് കർണാടക ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിട്ട് ഈ അർജുൻ്റെ ബോഡി മീൻസ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നമ്മളൊരു അറിയാതെ പറഞ്ഞു പോകുന്നതാണെങ്കിലും ആ കുട്ടി ജീവനോടെ വരട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥന. എങ്കിലും അർജുൻ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയുന്നതിന് മുമ്പ് കൊണ്ടുപോയിട്ട് കർണാടക ഗവൺമെന്റ് കൃത്യവിലോപം എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ. മലയാളിക്ക് ചില നേരത്ത്, മലയാളിക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ദുരന്ത ഭൂമിയിൽ നമുക്ക് കോമൺ സെൻസ് നഷ്ടപ്പെടും. അതെ, വികാരത്തിനല്ലല്ലോ അവിടെ സ്ഥാനം. യഥാർത്ഥത്തിൽ മഹാദുരന്തങ്ങളിലാണ് നമ്മളെപ്പോഴും പറയും, നമുക്ക് രോഷം വരുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്നതിനാണ് സംസ്കാരം എന്ന് പറയുക. സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടാൻ ആർക്ക് പ്രത്യേകിച്ച് യാതൊരു അപകടം വരാനില്ല, ചാടിക്കോ. പക്ഷെ സങ്കടം വരുമ്പോൾ മുമ്പിൽ നിൽക്കുന്നവനോട് രോഷം കൊള്ളുന്നത് അവൻ്റെ മനസ്സിന് മുറിവേൽക്കുവോ വേദനിക്കുവോ നോക്കണം. സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ പാഠമാണത്. നമ്മുടെ വികാരം മറ്റുള്ളവനെ മുറിപ്പെടുത്താതിരിക്കുക എന്നുള്ളത് ഒരു വലിയ പാഠമല്ലേ, അത് പ്രത്യേകിച്ച് ദുരന്ത ഭൂമിയിലൊക്കെ നമ്മൾ ചില നേരത്ത് മറന്നു പോകുന്നു എന്നുള്ളതാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഷിരൂർ ഇൻസിഡൻറ്റ് അതൊരു പാഠമാണ്. നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത്? എന്തിനാണ് വളരെ ഏബിളായിട്ടുള്ള പരിശീലനം നേടിയിട്ടുള്ള സൈനികരും ഈ ദുരന്ത നിവാരണ പ്രവർത്തകന്മാരും അവിടെ ഉള്ളപ്പോൾ പൂർണ്ണമായിട്ട് അവരെ ബാക്കിയുള്ളവർ മാറിക്കൊടുക്കുകയാണ് വേണ്ടത്.
അതിവേഗത്തിൽ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ കിട്ടിയ പരിശീലനം അനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിലും കുത്തി ഒഴുകിയിട്ട് കര മുഴുവൻ ഇടിഞ്ഞു പോകുന്ന ഒരു പുഴയുടെ സമീപത്ത് നൂറുകണക്കിന് ആളുകൾ കൂടി നിന്നിട്ട് ഇതാ ഇവിടെയാണ് ഇവിടെ തന്നെ മാന്തു. അങ്ങനെ ചെല്ലാൻ ഏതാണ്ട് 150ഓളം മലയാളികളാണ് അവിടെ ചെന്നത്. മാത്രമല്ല അവർ റഡാർ ഉപയോഗിച്ച് GPS ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചൊക്കെ തെരച്ചിൽ നടത്തും. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ട്, അവരുടെ ലൈവ് ചെയ്യാനുള്ള ലൈവ് ബാഗ് പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ ഈ ടെക്നിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളിയുടെ ഒരു പോസിറ്റീവ് സൈഡ് അതിലുണ്ട്. മലയാളി ഒരു ദുരന്തം വന്നാൽ ഇപ്പൊ ഞാൻ കോഴിക്കോട് വിമാനത്താവളത്തിൽ ആ ഫ്ലൈറ്റ് അപകടം, അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടതാണ്, അവർക്ക് സുരക്ഷയും ഒരു സംഗതിയല്ല. വിമാനം വിമാനം അപകടത്തിലായി എന്ന് കേട്ടപ്പോൾ കടക്കാൻ പാടില്ല നിരോധിത മേഖലയിലൊക്കെ ചാടി കയറിയിട്ട് സകല വണ്ടി ഓടിച്ച് കിട്ടുന്നവനെ പിടിച്ച്, സത്യത്തിൽ ചിലരെയൊന്നും അപകടം പിടിച്ച ആളുകളെ എടുക്കാൻ പോലും പാടില്ല നിയമപ്രകാരം. അത് പരിശീലനം കിട്ടിയ ആളുകൾ തൊടൂല. ഇവർ വാരി എടുത്ത് കൊണ്ടുപോയി, ചിലർക്കൊക്കെ അതുകൊണ്ട് കൂടുതൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. എടുത്തു കൊണ്ടുപോയിട്ട് കണ്ട വണ്ടിയിൽ ഓട്ടോറിക്ഷയിൽ ഇട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. കുറെ പേര് അങ്ങനെ ഞാനും ഉണ്ടായിരുന്നു. ആ അപകടം നടക്കുന്ന സമയത്ത് ഞാനും അവിടെ പോയിരുന്നു. അപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ ആളുകൾ മതിൽ ചാടി കടന്നു, അതാണ് കുറെ പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അത് പിന്നീട് അവിടുത്തെ സുരക്ഷാ വിഭാഗം തന്നെ പറഞ്ഞു, അവർക്ക് ഒന്നും എതിരെ കേസെടുക്കാൻ പാടില്ല, കാരണം അവരവരുടെ ജീവൻ പണയം വെച്ച വിമാനം കത്തുകയാണ്, എന്തും പൊട്ടിത്തെറിക്കും. അപ്പൊ ആ സമയത്ത് അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ്, വിവരക്കേട് കൊണ്ട് അവരിതൊക്കെ കാണിച്ചത്, അവരോട് പൊറുക്കണമേ എന്ന് വിമാനത്താവളത്തിന് ഡയറക്ടർ തന്നെ പറയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. പക്ഷേ അത് വിമാനം കത്തുന്നിടത്തും അപകടം പറ്റിയെടുത്തും വാഹനാപകടത്തിനൊക്കെ അത് പറ്റും. ഒരു പ്രകൃതി ദുരന്തത്തിൽ ഇങ്ങനെ പ്രകൃതി ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അത് വിദഗ്ധർ വന്ന് ചെയ്യട്ടെ, അവർക്ക് അവരുടെ മനോധർമ്മത്തിനനുസരിച്ച് വിട്ടുകൊടുക്കണ്ടേ. അത് ഒരേ സമയം മലയാളിയുടെ ഗുണവും ദോഷവുമാണ്, രണ്ടും ചേർന്നതാണ് ഈ ശിരൂർ സംഭവം. വലിയ പാഠങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതെന്നാണ്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നിലയ്ക്കാത്ത മഴയാണ്, അത് കുത്തി ഒലിച്ചെത്തുന്ന വെള്ളമാണ്. അവിടെയൊക്കെ ഈ ഡൈവേഴ്സിന് പോലും വളരെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വില കുറഞ്ഞ സങ്കുചിതമായ ഈ സംസ്ഥാന വിരോധങ്ങൾ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിരോധം അവസാനിപ്പിച്ചിട്ട് എത്രയും വേഗം നമുക്ക് അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കാം. ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വാർത്ത വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി.